കുറച്ച് തമിഴ് ത്രില്ലേഴ്സ് ഉണ്ടോ സഖാവെ ഒന്ന് വീക്കെൻഡിൽ കാണാൻ? ത്രില്ലറാണ്, ഡ്രാമയാണ്, സാമൂഹ്യ പ്രസക്തി, കലാമേന്മയുണ്ട്, പോരാത്തതിന് അണ്ടർ റേറ്റഡും. അങ്ങനെയുള്ള കുറച്ചെണ്ണം എടുക്കട്ടെ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? നമ്പർ 10. ഒരു ടീ എസ്റ്റേറ്റ് മാനേജറായ മാർട്ടിൻ ഭാര്യ ലീനയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു ട്വിസ്റ്റിന് പുറകെ മറ്റൊരു ട്വിസ്റ്റ്, അതിന് പുറകെ വേറൊന്ന്, അങ്ങനെ പോകുന്ന ഒരു ത്രില്ലർ ചിത്രം. ഈ വർഷം തന്നെ റിലീസായ സുനിൽ ദേവ് സംവിധാനം ചെയ്ത അധോമുഖം. പടത്തിന്റെ ചില ട്വിസ്റ്റൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നുവെങ്കിലും ചിലത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, പെർഫോമൻസ്, ഇതിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാവുന്ന, പറയുന്ന പ്രമേയം കൊണ്ട് വ്യത്യസ്തമായ ഒരു ത്രില്ലർ. പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 6.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 8 മിനിറ്റ്. 2 മണിക്കൂർ കൊണ്ട് ഒരു സീരീസിനുള്ള കഥ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. 9ാം സ്ഥാനത്ത് ഒരു തമിഴ് സൈഫൈ ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു തമിഴിലെ ആദ്യത്തെ ടൈം ട്രാവൽ പടം ഇതാണെന്ന്. രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു ടൈം മെഷീൻ ലഭിക്കുന്നു. അതിലൂടെ അവർക്ക് നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങളും അതിന്റെ സൊല്യൂഷനും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2015 രവികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ഇൻട്രു നേട്രു നാളെ. വിഷ്ണു വിശാൽ, മിയ ജോർജ്, കരുണാകരൻ തുടങ്ങിയവരാണ് പടത്തിൽ പ്രധാന വേഷങ്ങളിൽ വന്നത്. വളരെ ഫണ്ണി ആയിട്ടുള്ള, അതേസമയം ത്രില്ലിംഗ് ആയിട്ടുള്ള, രസകരമായിട്ടുള്ള ഒരു സിനിമയാണിത്. കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട, കണ്ടു നോക്കൂ. പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇതിന് IMDb കൊടുത്തിരുന്ന റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 26 മിനിറ്റ്. ടൈം മെഷീനാ? എപ്പോ എന്ത് ടൈംക്ക് വേണാലും പോലാമാ? ഇന്ന്, ഇന്നലെ, നാളെ. നമ്പർ 8. അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ചില അധികാരികളുടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ. ഒരു സാധാരണക്കാരനും കുറെ കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരും തമ്മിലുള്ള സംഘർഷം. വളരെ ഹെവി ആയിട്ടുള്ള, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. ചിത്രം 2020 റിലീസായ കാവൽ തുറൈ ഉങ്കൾ നൻപൻ. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ RDM. സിനിമയിൽ സുരേഷ് രവി, രവീണ രവി, മൈം ഗോപി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. വെട്രിമാരന്റെ വിസാരണை പോലെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത്രയ്ക്കൊന്നും ഫേമസ് ആയ സിനിമയുമല്ല. എങ്കിലും കുറച്ചു പേർക്കൊക്കെ അറിയാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പടം C5 അവൈലബിൾ ആണ്. IMDb റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 6 മിനിറ്റ്. സാധാരണ പബ്ലിക് നൻപനെ പോൽ യാരുമില്ലൈ. ആനാ കാവൽ തുറൈ നിജമാ ഉങ്ക നൻപന നൻപ. നമ്പർ 7. വളരെ ഇന്റൻസ് ആയിട്ടുള്ള, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ. തങ്കരാജ് എന്ന സത്യസന്ധനായ ഒരു പോലീസ് റൈറ്റർ ഒരു കേസുമായി ബന്ധപ്പെട്ട് പാറാവ് ഡ്യൂട്ടി നിൽക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2021 ഫ്രാങ്ക്ലിൻ ജേക്കബ് സംവിധാനം ചെയ്ത് സമുദ്രകനി പ്രധാന വേഷത്തിലെത്തിയ റൈറ്റർ. മികച്ച തിരക്കഥ, മികച്ച പ്രകടനങ്ങൾ, എസ്പെഷ്യലി സമുദ്രകനിയുടേത്. സമുദ്രകനിയോടൊപ്പം തന്നെ ഹരികൃഷ്ണൻ അൻപുദുരൈ, ദിലീപൻ, ഇനിയ, കുമരേഷൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. പ്ലാറ്റ്ഫോം ആഹ. IMDb റേറ്റിംഗ് 7.7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 27 മിനിറ്റ്. നമ്പർ 6. വളരെ സ്വാർത്ഥനായിട്ടുള്ള കതിർ എന്നൊരു പോലീസ് ഇൻഫോമറുടെ കഥ. കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള, ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടിയാണ് പടം പറയുന്നത്. പടം തീരുന്നത് വരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ആകാംക്ഷാഭരിതരായിട്ട് നമ്മളെ നിർത്തുന്ന ഒരു ക്രൈം ത്രില്ലർ കൂടിയാണിത്. ചിത്രം 2015 റിലീസായ അനു ചരൺ സംവിധാനം ചെയ്ത കിറുമി. കതിർ, രശ്മി മേനോൻ, യോഗി ബാബു, ചാർലി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ചെറിയൊരു പടമാണ്, പക്ഷേ വളരെ നല്ലൊരു സിനിമയാണ്. അങ്ങനെ അധികം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ നിങ്ങൾക്ക് C5 കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 44 മിനിറ്റ്. ശരിക്കും ആരാണ് കീടം? നമ്പർ 5. പോലീസ് ഇൻസ്പെക്ടർ പരുത്തി ഇളമാരൻ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിനിടെ ഒരു മർഡർ കേസ് കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നു. ഇത് രണ്ടും അദ്ദേഹം കണ്ടെത്തിയോ സോൾവ് ചെയ്തോ എന്നുള്ളതാണ് ഈ പടത്തിന്റെ കഥ. കിടലിനാണ് ഇതിന്റെ മിസ്റ്ററി കേട്ടോ. ഏതോ ചില വിവരദോഷികൾ ഇതിന്റെ ആ സസ്പെൻസ് തന്നെ റീലാക്കിയിട്ട് കൊളമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മോശം. ചിത്രം B മണിവർമ്മൻ സംവിധാനം ചെയ്ത് തമൻ കുമാർ നായകനായി ഈ വർഷം തന്നെ റിലീസായ ഒരു നൊടി. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരു സിനിമയാണ്. പക്ഷേ വളരെ ക്വാളിറ്റി ഉള്ള ഒരു പടമായിട്ടാണ് തോന്നിയത്. നല്ല പെർഫോമൻസുകളും സിനിമയിലുണ്ട്. പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.9 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 8 മിനിറ്റ്. എന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ച. നമ്പർ 4. പരസ്പരം വെറുക്കുന്ന ഒരു ചേട്ടന്റെയും അനിയന്റെയും കഥ. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടന്റെ പരോളിന് വേണ്ടി അനിയന് ശ്രമിക്കേണ്ടി വരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ. ചിത്രം 2022 റിലീസായ പരോൾ. ദ്വാരക് രാജ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ RS കാർത്തിക്, ലിംഗ, ജാനകി സുരേഷ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ വന്നത്. കിടലിനായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഈ ദേഷ്യം സഹിക്കാതെ വന്നിട്ട് മദ്യപിക്കുന്ന അമ്മ, അങ്ങനെ ഒരു സീന് തമിഴ് സിനിമകൾ സാധാരണ കാണാൻ റെയർ ആണ്. ഒരുപാട് ഡീറ്റെയിലിംഗും അതുപോലെ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൃതദേഹം അഴുകുന്നതിൻ്റെത്, അതുപോലെ കൊല ചെയ്തിട്ട് വന്ന കയ്യിൽ ഈച്ച പൊതിയുന്നത്, അങ്ങനെ കുറെ. പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 12 മിനിറ്റ്. പരോള് കിട്ടാനുള്ള
പരാക്രമങ്ങൾ. ഇനിയുള്ള 3 സിനിമകൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് കൺസെപ്റ്റിലെ ഏറ്റവും മികച്ച ഭാവമായിട്ടുള്ള മാതാപിതാ ഗുരു ദൈവം എന്ന ഒരു ഓർഡറിലാണ് റേറ്റ് നൽകിയിരിക്കുന്നത്. നമ്പർ 3 ഗുരു. ഒരു അധ്യാപികയ്ക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ പിഴവ് കുറെ ആളുകളുടെ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുന്നത് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള സിനിമ. ഗംഭീര സ്ക്രിപ്റ്റ്, കിടലൻ പെർഫോമൻസുകൾ. ഈ സിനിമയിലെ ടീച്ചറായിട്ട് വന്ന നടി, അതുപോലെ പുള്ളിക്കാരുടെ ഭർത്താവ്, പ്രിൻസിപ്പലിന്റെ ഭാര്യ, ആ കുട്ടിയുടെ അമ്മ, വേറെ കുറെ കുട്ടികൾ, ആ കുട്ടിയുടെ അമ്മാവന്, അങ്ങനെ അഭിനയിച്ച എല്ലാവരും പുതുമുഖങ്ങളാണ്. എന്നാൽ എല്ലാവരും കിടലൻ പെർഫോമൻസുമാണ്. ചിത്രം 2014 ഇറങ്ങിയ കുറ്റം കടുതൽ. സംവിധാനം ബ്രഹ്മ. അഭിനയിച്ചവർ രാധിക പ്രസിദ്ധ, സായി രാജ്കുമാർ, മാസ്റ്റർ അജയ്, അങ്ങനെ കുറെ പേരാണ്. പടം കുറച്ച് സ്ലോ ആണ്, അതുപോലെ കുറച്ച് പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ വെർത്ത് വാച്ചാണ്. ഈ സിനിമയ്ക്ക് 2014 മികച്ച തമിഴ് ചിത്രത്തിനുള്ള നാഷണൽ അവാർഡും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രസക്തിയുള്ള, ഒരുപാട് ചിന്തയ്ക്ക് വഴിതെളിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് പടം കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 2 മിനിറ്റ്. കുട്ടികൾക്ക് മാർക്കും ഡിസിപ്ലിനെക്കാട്ടിലും ഒക്കെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവരുടെ ജീവൻ. നമ്പർ 2 പിത. ചില സിനിമകൾ നിങ്ങളെ വല്ലാതെ ഷോക്കാക്കും. അത്തരത്തിലുള്ള ഒരു തമിഴ് ക്രൈം ഡ്രാമ. 2019 തമിഴിലെ മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് നേടിയ സിനിമ. പ്രായമായവർ മറ്റുള്ളവർക്ക് ഭാരമാണോ എന്നതാണ് ചോദ്യം. ഒരു ആക്സിഡന്റിൽ കിടപ്പായ അച്ഛൻ ഭാരമായിട്ട് തോന്നിയ ഒരു മകന്റെ കഥയാണിത്. പടം പ്രിയ കൃഷ്ണസ്വാമി സംവിധാനം ചെയ്ത് 2020 റിലീസായ ഭാരം. പടം ഇച്ചിരി സ്ലോ ആണ്, സോ പലർക്കും കുറച്ച് ലാഗായിട്ടും അവാർഡ് പടം പോലെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാം. എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മികച്ച തമിഴ് സിനിമകളുടെ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഭാരം. ആക്ച്വലി ഇത് രണ്ടാമത് കാണാനായിട്ട് എനിക്ക് തോന്നാറില്ല. പടം മോശമായതുകൊണ്ടല്ല, ഡിസ്റ്റർബിംഗ് ആയതുകൊണ്ട്. IMDb റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 32 മിനിറ്റ്. ഇന്നു ഞാൻ, നാളെ നീ. നമ്പർ 1 മാതാ. ഒരു സൈഫൈ ത്രില്ലർ അല്ലെങ്കിൽ ഡ്രാമ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു ടൈം ട്രാവൽ മൂവി. അതിനേക്കാൾ ഉപരി ആദിയും ആദിയുടെ അമ്മയും തമ്മിലുള്ള മനോഹരമായ ബന്ധം കൂടി പറയുന്ന സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു സിനിമ കൂടിയാണിത്. ഒരേ സമയം ഈ സിനിമ തമിഴിലും തെലുങ്കിലും എടുത്തു കേട്ടോ. ഈ പടത്തിലെ പോലെ ഒരു ടൈം മെഷീൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതിലെ നായകന്റെ അതേ ഉദ്ദേശത്തോടെ ഒന്ന് ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി. ആൾക്കാരിങ്ങനെ അമ്മ പാസം എന്നൊക്കെ പറയും, ബട്ട് അതിനേക്കാൾ വലിയ പാസമുണ്ടോ? സിനിമ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് നമ്പർ 1 വന്നത്. മികച്ച സിനിമയുമാണ്. ചിത്രം ശ്രീ കാർത്തിക് രചനയും സംവിധാനവും നിർവഹിച്ച് അമല അക്കിനേനി, ശർവാനന്ദ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന 2022 റിലീസായ കാണാം. ഇതിന്റെ തെലുങ്ക് പേര് ഒക്കേ ഒക്ക ജീവിതം എന്നാണ് കേട്ടോ. മികച്ച സ്ക്രിപ്റ്റ്, മികച്ച പ്രകടനങ്ങൾ, നല്ല പാട്ടുകൾ, ക്യാമറ എല്ലാം ഒത്തുചേർന്ന ഒരു സിനിമയാണ്. ഇതിലെ നായകന്റെ കൂട്ടുകാരായിട്ട് വന്നവർ പോലും ചുമ്മാ ഇങ്ങനെ കോമഡിക്കായിട്ട് വന്നതല്ല, അവർക്കും ഒരു പർപ്പസ് ഉണ്ടെന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. സോണി ലിവില് കാണാം, നിങ്ങൾക്ക് കാണാം. அம்மாக்கு இந்த பாட்டு பிடிச்சிருந்ததா? உங்களுக்கு பிடிச்சிருக்காமா? ரொம்ப பிடிச்சிருக்கு. அப்போ அம்மாவுக்கும். IMDb റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 40 മിനിറ്റ്. ഒരു മുറി എന്ന പാരമ്മ ത്രില്ലപ്പടം ചോദിച്ചു വന്ന് എന്നെ കരയിപ്പിച്ച് വിട്ടത് മോശമായി പോയി. ശരി, നന്ദി, വണക്കം.